കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരും കേളകം ഗ്രാമപഞ്ചായത്ത് CDSും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി. കേളകം ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച മേള കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത പ്രാസംഗികയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കേരളം ഓണം ആഘോഷത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതി തിരുവോണം എത്തുകയാണ്. അതിനു മുൻപായി 4 ദിവസങ്ങളിലായി പച്ചക്കറി വിപണന മേളയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആകമാനം ഇന്ന് തുടക്കം കുറിക്കപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഒരു കുടുംബം പോലും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സാധനങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ടോ ഓണാഘോഷത്തിൽ പങ്കാളികളാകാതിരിക്കരുത് എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ സബ്സിഡി നിരക്കിലും അല്ലാതെയും പച്ചക്കറികളും ഇതര പലചരക്ക് സാധനങ്ങളും വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സബ്സിഡി നിരക്കിൽ വലിയ വ്യത്യാസത്തിലാണ് സപ്ലൈകോകൾ, മാവേലി സ്റ്റോറുകൾ, റേഷൻ കടകൾ, അതുപോലെ ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഓണാഘോഷത്തിന് എത്രയോ നാളുകൾക്ക് മുൻപേ സാധനങ്ങളുടെ വിപണനം തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ ഉത്സവം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ഒരുമയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പങ്കുവെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ ഓണം എന്ന ഉത്സവം ആഘോഷിക്കാൻ നടപ്പിലാക്കി വരുന്ന വിവിധങ്ങളായ സർക്കാർ സംവിധാനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ CDSിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പരിപാടികൾ CDSും പഞ്ചായത്ത് ഭരണസമിതിയും അധികാരത്തിൽ വന്നതിന് ശേഷം CDS ചെയർപേഴ്സൺ ലീലാമ്മ ജോണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സംരംഭകരുടെയും കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ നേരിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപണനമേള സംഘടിപ്പിക്കുന്നത്. ഈ മാസം 25 വരെയാണ് മേള പ്രവർത്തിക്കുക. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ചാക്കോ, പഞ്ചായത്ത് അംഗങ്ങളായ ST രാജേന്ദ്രൻ മാസ്റ്റർ, ലിസി കുന്നോല, ബിനു എടാൻ, KK റിനീഷ്, സുനിത രാജു വാത്യാട്ട്, ME കൺവീനർ അച്ചമ്മ ജെയിംസ്, അഗ്രി CRP KP അമ്പിളി എന്നിവർ സംസാരിച്ചു. ഹൈ വിഷൻ ന്യൂസ് കേളകം.